പ്രിയ സുഹൃത്തുക്കളെ, ഒരു സാധാരണ മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ അള്ളാഹു ഏതു രൂപത്തിലുള്ള അള്ളാഹു ആയിരിക്കും. നമ്മൾ പറയുന്ന ഏതേത് കാര്യങ്ങൾക്കും അവരുടെ പക്കൽ ശക്തമായ രൂപത്തിലുള്ള വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും ഉണ്ടാകും. ഞാൻ പറയുന്നത്, ഏതൊരു വ്യക്തിയും, ഒരു സാധാരണ വ്യക്തിയും അള്ളാഹുവിനെ മനസ്സിലാക്കുന്ന രൂപത്തിൽ യുക്തിവാദികളുമായി സംവദിക്കുന്ന ഒരു ക്ലിപ്പാണ് എനിക്കിന്ന് നിങ്ങളെ കേൾപ്പിക്കാനുള്ളത്. അത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ബോധ്യപ്പെടും അവരുടെ വാദം എന്തുമാത്രം ദുർബലമാണ് എന്ന് മനസ്സിലാവും. അള്ളാഹുവിന് രൂപമില്ല എന്ന് ഒരു വിഭാഗം വിശ്വാസികൾ പറയുമ്പോഴും ഖുർആനിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്ന അള്ളാഹുവിന് കൈയുണ്ട്, കാലുണ്ട്, കണ്ണുണ്ട്, അള്ളാഹു സിംഹാസനത്തിൽ ഇരിക്കും. അപ്പോ ഒരു ഹദീസിലുണ്ട്, മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നതാണെന്നാണ് എന്റെ വിശ്വാസം, അള്ളാഹുവിന്റെ ഏതാണ്ട് രൂപ സാദൃശ്യത്തോടു കൂടിയാണ് ആദം നബിയെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന അള്ളാഹു നമ്മുടെ ബുദ്ധിക്ക്, നമ്മുടെ ചിന്തകൾക്ക് അതിന്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് അള്ളാഹുവിനെ സങ്കല്പിക്കാൻ കഴിയൂ. ഇപ്പൊ ഒരു മനുഷ്യന്റെ സങ്കല്പത്തിന് അതീതനാണ് അള്ളാഹു എന്ന് പറഞ്ഞിട്ട് അള്ളാഹു തരുന്ന കഴിവുകൾ കൊണ്ട് തന്നെയല്ലേ നമുക്ക് അള്ളാഹുവിനെ സങ്കല്പിക്കാൻ കഴിയൂ. അപ്പോ അത് കഴിഞ്ഞിട്ട് നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കാത്ത ഒരു അള്ളാഹുവിനെ സംബന്ധിച്ച് പറഞ്ഞിട്ട് നമുക്കാണെങ്കിൽ അതിനുള്ള കഴിവുമില്ല. എന്നിട്ട് അള്ളാഹുവിനെ അതുപോലെ മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ അതിലെന്ത് ലോജിക്കാണുള്ളത്? ഒരാൾ എന്താണ് അള്ളാഹു, ആരാണ് അള്ളാഹു, യുക്തിവാദികൾ എന്തുകൊണ്ടാണ് അള്ളാഹുവിനെ വിമർശിക്കുന്നത്, അവർക്ക് സത്യം മനസ്സിലാക്കി കൊടുക്കാൻ കഠിനമായി പ്രയത്നിക്കുന്ന ഒരു വിശ്വാസിയെയാണ് നമുക്കിന്ന് കാണാൻ പോകുന്നത്. നമുക്കത് കാണാം. പിന്നെ മനുഷ്യന്റെ സങ്കല്പങ്ങൾക്കപ്പുറത്ത് തന്നെയാണ് നിങ്ങൾ പറയുന്നത് പോലെ പിന്നെ ഇത് ദൈവം അള്ളാഹു എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ സങ്കല്പങ്ങൾക്കപ്പുറത്ത് തന്നെയാണ്. നമ്മളെ പ്രകൃതിയിലുള്ള പല വസ്തുക്കളെയും പഠിക്കണമെങ്കിൽ പ്രകൃതിൻ്റെ അപ്പുറം കിടക്കണമെന്ന് ഐൻസ്റ്റീൻ പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പ്രവാചകന്മാർ മുഖേന, ഒരു ഇൽഹാം മുഖേന അള്ളാഹുവിനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ. മനുഷ്യ സങ്കല്പങ്ങൾക്കപ്പുറത്ത് തന്നെയാണ്. ഇവിടെ പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ വേറെന്തെന്താ അറിയോ, ഈ പലരെയും യുക്തിവാദികൾ നിരീശ്വരവാദിയാക്കുന്ന ഒരു സമൂഹം തന്നെ ആക്കിയിട്ടുണ്ട്. ഹിന്ദു മതത്തിലായാലും മുസ്ലിം മതത്തിലായാലും. കാരണം അവന് സക്കാത്തൊക്കെ കൊടുക്കുന്നത് ഇസ്ലാമിൽ പറഞ്ഞോണല്ല, ദാരിദ്ര്യം ഇങ്ങനെ മുറ്റി നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ഓനൊരു പ്രയാസം വന്നപ്പോൾ ആരും സഹായിക്കേണ്ടായില്ല. കുറേ ഒരു 10-50 കൊല്ലമൊക്കെ മുമ്പുള്ള ഒരു അവസ്ഥ കേട്ടോ, നിങ്ങളെൻ്റെയൊക്കെ ചെറുപ്പത്തിൽ. ഇപ്പൊക്കെ പിന്നെ ആരും സഹായിച്ചില്ലെങ്കിലൊന്നും പ്രശ്നമില്ല. അപ്പോൾ അങ്ങനെ ലേശം വിദ്യാഭ്യാസം വിവരമുള്ള മുസ്ലിം സമുദായത്തിലുള്ളപ്പോൾ ഈ ഖുറാഫി ബെൽറ്റിൻ്റെ ഉള്ളിലുള്ളവരൊക്കെ, കുറേ വിദ്യാഭ്യാസമുള്ളവരൊക്കെ നിരീശ്വരവാദിയായി പോയി. ആ ഒരു ലാഞ്ചനങ്ങൾക്ക് വന്നിട്ടുണ്ട് എന്നുള്ള ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ അള്ളാഹുവിന് കൈ കാലില്ലേ എന്ന് ചോദിച്ചല്ലോ. ആരാ കൈയും കാലും ഇല്ല എന്ന് പറഞ്ഞത്? ഇപ്പം ഞാൻ പറഞ്ഞത് സങ്കല്പങ്ങൾക്കപ്പുറം തന്നെയാണ്. നമ്മൾ ഒരു ശക്തി എന്ന് പറയുമ്പോൾ ഒരു രൂപം എൻ്റെ മനസ്സിലില്ല. അങ്ങനെ രൂപം വിചാരിക്കാൻ പാടില്ലല്ലോ. അപ്പം നമുക്കെല്ലാം ചെയ്തു തരുന്ന ഒരു ശക്തി, അവന് എല്ലാം കഴിയും, നമ്മളെ സൃഷ്ടിച്ച് പരിപാലിക്കാൻ എല്ലാം കഴിയും, എല്ലാം നോക്കി നടത്തുന്നു. ഇപ്പം പിന്നെ വൈദ്യുതി എന്നുള്ളൊരു ശക്തിയില്ലേ, വൈദ്യുതി എന്നുള്ളൊരു ശക്തിയെ ഇപ്പോൾ അതൊരു കൂമൻ്റെ മാതിരി എന്ന് സങ്കല്പിച്ചാലും കുറുക്കൻ്റെ മാതിരി എന്ന് സങ്കല്പിച്ചാലും എന്ത് സങ്കല്പിച്ചാലും അതൊരു വസ്തുത ഉണ്ടല്ലോ. നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, വസ്തുതയായി കിടക്കും. എന്ത്? ഈ വൈദ്യുതി ഉണ്ട് എന്നുള്ള വസ്തുത. അത് കാണാത്തതായതുകൊണ്ടോ, പിന്നെ വായു കാണാത്തതായതുകൊണ്ടോ, കാറ്റ് കാണാത്തതായതുകൊണ്ടോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഗോചരമല്ലല്ലോ, ദൃശ്യമല്ല. അതുകൊണ്ട് ആ വസ്തുത അല്ലാതാവുന്നില്ല. ഓൻ എന്ത് സങ്കല്പിച്ചാലും ശരി വസ്തുത ഉണ്ടാവും. അപ്പോൾ സൃഷ്ടാവ് എന്നുള്ളത്, പരിപാലകൻ എന്നുള്ളത് എന്ത് സങ്കല്പിക്കുന്നുള്ളതല്ല, വസ്തുത ഉണ്ട്. പിന്നെ എങ്ങനെ സങ്കല്പിക്കണം, എന്ത് വിശ്വസിക്കണം എന്ന് പഠിപ്പിക്കേണ്ടത് അവനെ പഠിപ്പിച്ചത് സൃഷ്ടാവാണ്. കാരണം മനുഷ്യനെ ഒരു ദൈവം എന്ന് പറയുമ്പോൾ മനുഷ്യൻ ആദ്യം വരിക. അതുകൊണ്ട് അത് പ്രവാചകന്മാർ പഠിപ്പിക്കായിട്ടാണ് ഈ ആളുകൾ മനുഷ്യ സങ്കല്പത്തിൽ വരുന്നത്. പിന്നെ എന്തെന്ന് കല്ലുണ്ടാക്കേണ്ടി വന്നത്,
മനുഷ്യൻ അങ്ങനെ ഈ പ്രവാചകനെ പഠിപ്പിക്കാത്ത രൂപത്തിൽ പഠിച്ചത് കൊണ്ടാണ് മനുഷ്യന് ഒരു എന്തോന്ന് കാണണം, അതുകൊണ്ടാണ് ബിംബവും പ്രതിമയും ഒക്കെ വന്നത്. അതുകൊണ്ടാണ് നിങ്ങളെ പറഞ്ഞത് പിന്നെ കുട്ടി ഉണ്ടാകാതിരുന്നപ്പം ദൈവത്തിനെ വലിച്ചെറിഞ്ഞു എന്നുള്ളത്. അപ്പൊ ആ നിങ്ങൾ ഖുർആനെ മനസ്സിലാക്കിയ സങ്കല്പത്തിലല്ലല്ലോ, അത് വസ്തുതാപരമല്ല. അവന്റെ ദൈവസങ്കല്പം എന്നുള്ള ഉറപ്പല്ലേ? അവനെന്ത് വസ്തുതാപരം? അങ്ങനെ ഒരു സാബ് ഇസ്ലാമിലേക്ക് വന്ന ചരിത്രവും കേൾക്കാം, ഒരു പിന്നെ അങ്ങനെ പൂജിച്ച്. അപ്പോൾ അതൊക്കെ ആ പ്രവാചകന്മാർ പഠിപ്പിക്കാത്ത ദൈവസങ്കല്പം അവരുടെ മനസ്സിലുള്ളത് ഉറപ്പന്നല്ലേ. അപ്പം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് തന്നെയാണ് വരും. എൻ്റെ ഒക്കെ ചെറുപ്പത്തിൽ ഞാൻ കണ്ടു, പിന്നെ ഈ പുറത്തിറങ്ങി, വീടിൻ്റെ പുറത്തെങ്കി പറയും ദൈവം എന്നൊന്ന് കണ്ടോട്ടെ, ഇങ്ങി പറയുന്നൊന്ന് കേട്ടോട്ടെ എന്നൊക്കെ. അപ്പോൾ ചെറുപ്പത്തിൽ ഞാൻ മദ്രസയിൽ പഠിക്കുമ്പോൾ 4 5 എനിക്ക് ചിരി വന്നിട്ടുണ്ട്. അപ്പോൾ ദൈവസങ്കല്പം അവർ തെറ്റാണ്. നമ്മൾ മദ്രസയിൽ ഖുർആനിൽ നമ്മൾ അധ്യാപകർ പഠിപ്പിക്കുന്നത് ആ ഖുർആന്റെ അടിസ്ഥാനത്തിൽ പഠിപ്പിക്കുന്ന ഒരു സങ്കല്പമുണ്ട്. അത് ഒരു രൂപമല്ല. പിന്നെ കൈയില്ല കാലില്ല പിന്നെ നിങ്ങളെ ഖുർആൻ ഒരു വട്ടെങ്കിലും വായിച്ച ആളായിരിക്കും ഞാൻ പറയുന്നത്. കൈയില്ല കാലില്ല, ഇപ്പോൾ അള്ളാഹുവിന് കൈയുണ്ട് കാലുണ്ട്, ഇനിയിപ്പോൾ അത് നിങ്ങളോട് കുറേ വിശദീകരിക്കണമെന്ന് തോന്നുന്നില്ല. കൈ എന്നുള്ള പ്രയോഗം ഖുർആനിലുണ്ട്. അപ്പോൾ ആ കൈ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ കൈ എന്ന് പറയും പോലെ സങ്കല്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയാണ് പറയുന്നത്. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ പിന്നെ ഈ ഖുറാഫി ബെൽറ്റ് എന്ന് വന്നതുകൊണ്ട് ആ ഒരു ചായ വിടാതിരിക്കുന്നോ എനിക്ക് സംശയമുണ്ട്. കാലിന്റെ ഒരു പ്രയോഗം, കാല് എന്നുള്ള പ്രയോഗം പ്രയോഗിച്ചിട്ടുണ്ട്, അള്ളാഹുവിന്റെ കൈ. അപ്പൊ അള്ളാഹുവിന്റെ കൈ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ കൈ എന്ന് സങ്കല്പിച്ചാൽ ഓനെ ഖുർആനിൽ നിന്ന് പഠിച്ചിട്ടില്ല പൂർണ്ണമായിട്ട്. അപ്പോ ഇനി ഒരു വീടിന് മുഖം ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് മനുഷ്യന്റെ മുഖം പോലെ ആരും പറയുന്നില്ല. അപ്പോ മറ്റേ പണ്ട് ഇയാള് ഇതിലിപ്പോ കരിമ്പിലാക്കല് അയ്യൂബിനോട് ചോദിച്ചോണം, ഒരു ജോഡിയായി സൃഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പെണ്ണും ഒരു ആണിനെയും അതിൽ തട്ടിട്ട് മറ്റു പാൻറ് കൊടുത്തിട്ട് എന്നുള്ളതല്ല, ആ ജോഡിയല്ല ഇണ എന്ന് പറഞ്ഞപ്പോൾ. കാലിന്റെ രണ്ട് ജോഡി ചെരുപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും ആണോ എന്ന് പെണ്ണൊന്നല്ല എന്നതുപോലെ മുഖം കൈ എന്നൊക്കെ പറയുന്നത് ആ ഭാഷയിൽ നമുക്ക് ഒരു പരിമിതമായിട്ട് നമ്മളെ ഭാഷയിലല്ലേ പറഞ്ഞുതരാൻ പറ്റുള്ളൂ. പിന്നെ അത് പ്രവാചകനാണ് വിശദീകരിക്കേണ്ടത്. അപ്പൊ അതങ്ങനെ തന്നെ വിശ്വസിക്കുക. അള്ളാഹുവിന്റെ കൈ ഉണ്ട് തന്നെ, കയ്യിന്ന് ആ പദത്തിൽ അങ്ങനെ വിശ്വസിക്കുക. ആ മനുഷ്യന്റെ കൈ എന്നുള്ളത് സങ്കല്പിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു ആവറേജ് ഖുർആന് ഹദീസ് എന്നൊക്കെ അള്ളാഹിനെ പറ്റി പഠിച്ചാൽ അങ്ങനെ വിശ്വസിക്കില്ല. അപ്പൊ നിങ്ങളെ മനസ്സിലുള്ളതാണ് നിങ്ങൾ പറഞ്ഞത്. അപ്പൊ അത് നിങ്ങളെ മനസ്സ് എനിക്ക് പറയാൻ പറ്റില്ല, എൻ്റെ മനസ്സ് എനിക്ക് പറയാൻ പറ്റും, എൻ്റെ മനസ്സ് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഒരു വിശ്വാസിയും ഒരു വലിയ കഴിവ് എന്ന് പറഞ്ഞാൽ മലയൊക്കെ എടുത്തുകൊണ്ടുപോകാൻ പറ്റുന്ന ഒരാളെ മോഡലിലാണ് അള്ളാഹിനെ സങ്കല്പിക്കുന്നത് എന്നൊന്നും ഒരാളും സങ്കല്പിക്കലില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്, ആ ഒരു ഈ രീതിയിൽ നിന്ന് വരുമ്പോൾ ദൈവിക സങ്കല്പമൊക്കെ മനസ്സിലാക്കിയാൽ തീർച്ചയായും തിരിച്ചറിവാദിലേക്ക് തന്നെ പോവുക. ചെറിയ വോയിസ് ആട്ടോ, അതുകൊണ്ട് കൂടുതൽ ഉണ്ടാവും. നിങ്ങളിങ്ങനെ സമയം എടുത്ത് കേട്ടോളി, നിങ്ങളും അതുപോലെ വിട്ടോളാണ്ടി. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇനിയിപ്പോ അല്ലാഹു എന്ന് പറയുമ്പോൾ ഈ ബദരീങ്ങളും ഒക്കെ പ്രാദേശികമാണ്, മുത്തപ്പൻ ദൈവം ഒക്കെ പ്രാദേശിക. ഇതൊന്നും ഇല്ലാത്ത വനാന്തരങ്ങളിൽ താമസിക്കുന്നവര് അവർക്കുണ്ട് അവരുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന അവരൊന്ന് വിളിക്കലുണ്ട്. വിളി എന്ത് പേരിട്ട് വിളിച്ചാലും. പിന്നെ ഖുർആനിൽ അള്ളാന്ന് മുസ്ലിങ്ങൾ പറയാനുള്ള കാരണമായി ഞാൻ നിങ്ങളോട് പറഞ്ഞിരണം തോന്നുന്നില്ല. ഖുർആനിലുള്ള അള്ളാഹുവിന് പ്ലൂരലില്ല. ദൈവങ്ങൾ എന്നുള്ളത് അള്ളാഹുവിന്റെ ട്രാൻസ്ലേഷൻ ആകില്ല. ദൈവം എന്നുള്ളത് ഈശ്വരൻ എന്നുള്ളത്, ഈശ്വരന്മാർ, ദൈവങ്ങൾ എന്നൊക്കെ പറയാം. പക്ഷേ എന്നുള്ളതിന് പ്ലൂരൽ അറബിയിലില്ല. അപ്പോ അങ്ങനെ ഒരുപാട്, അത് വിഷയത്തിലേക്ക് കൂടുതൽ പറയുന്നില്ല. അപ്പോ പിന്നെ ഞാൻ പറഞ്ഞത്, നമ്മളെ സങ്കല്പങ്ങൾക്ക് അള്ളാഹു പിന്നെ നമ്മളെ മനസ്സിൽ ഉൾക്കൊള്ളാൻ പറ്റില്ല എന്ന് നിങ്ങൾ പറഞ്ഞുള്ളതാ. പക്ഷെ ഒരു വസ്തുത ഉണ്ട്. ആ വസ്തുത ഈ പറഞ്ഞതുപോലെ ഒരു സർവശക്തൻ, ഈ പ്രപഞ്ചത്തിനെ പരിപാലിക്കുന്ന ഒരാള് ഇല്ല എന്നുള്ളതിന് അതിനർത്ഥമല്ല.
അപ്പൊ അവന്റെ യഥാർത്ഥത്തിൽ അവൻ വസ്തുതയായി മനസ്സിലാക്കണമെന്നേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞത് അങ്ങനെ പിന്നെ അതിന് തുടക്കം പറഞ്ഞ ഒരു കാര്യം വിട്ടു. ഇപ്പൊ അള്ളാഹുവിൽ നിന്ന് ഇപ്പോൾ ഇങ്ങനെ ഒരാൾക്ക് ലോജിക്കായിട്ട് പറയാ കുട്ടി മരിച്ചുപോയി നന്നായിക്ക് എന്ന്, അത് രണ്ട് രീതിയാണ്. അതേ സ്ഥാനത്ത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് അള്ളാഹുവിൽ നിന്ന് നിങ്ങൾക്ക് പിന്നെ ഇതുണ്ടാവും. രണ്ട് കുട്ടികൾ മരിച്ചാൽ അതിന് സമാധാനിച്ചാലൊക്കെ സ്വർഗം കിട്ടുന്ന വിശ്വാസി പഠിക്കുക. നിങ്ങൾ ആ വിശ്വാസിയും യുക്തിവാദിയും, നിങ്ങൾ വിശ്വാസിനെ യുക്തിവാദിന്റെ മനസ്സിൽ അടക്കല്ലേ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയില്ലെങ്കിൽ ഓനെ വകുപ്പുണ്ട്. ആ ഹദീസ് നിങ്ങൾ പഠിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രാർത്ഥന കിട്ടുന്നതും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നതൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എങ്ങനെയാണ് പ്രാർത്ഥന ഓന് ഉത്തരം അപ്പം കൊടുക്കാൻ പറ്റുമോ ചെയ്യലെന്നുള്ളത് അള്ളാഹ്ക്കറിയാം. ഇനി ഉത്തരം കിട്ടിയിട്ടില്ലെങ്കിൽ ആ പ്രാർത്ഥിച്ചതിന് ഒരു പുണ്യമുണ്ട് എന്ന് പഠിപ്പിക്കുന്നതാ. 2 or 3 കുട്ടികൾ ഒരാൾക്ക് മരിച്ചു പോയാൽ അവന് സ്വർഗ്ഗം ഉറപ്പ് എന്നുള്ളതാണ് വിശ്വാസിനെ പഠിപ്പിക്കുന്നത്. അപ്പം അതുകൊണ്ട് വിശ്വാസിക്ക് ഒരു മകൻ മരിച്ചു പോയാലോ അല്ലെങ്കിൽ എന്തെങ്കിലും പറ്റിയാലോ ഒരു കാൽക്ക് മുള്ളു നട്ടാൽ പോലും അവന് പ്രതിഫലമുണ്ട് സഹിച്ചാൽ എന്നുള്ളതാണ്. അങ്ങനെ പഠിക്കുന്ന ഒരു വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടി മരിച്ചതൊന്നും പ്രശ്നമല്ല. പിന്നെ ഓന് പിന്നെ അല്ലാണ്ട് ചിന്തിക്കുന്ന അള്ളാഹിൽ വിട്ടുണ്ടാവും. ഏത് അള്ള എന്താ എൻ്റെ കുട്ടീനെ അങ്ങ് മരിപ്പിച്ച്, അള്ളാഹ് ഞാൻ കുട്ടീനെ മരിപ്പിച്ചാൽ ഞാൻ കൊടുക്കാൻ പറ്റായിട്ടാണോ എന്നൊക്കെ ഒരു വിശ്വാസി ചിന്തിക്കില്ലല്ലോ. അങ്ങനെ ചിന്തിക്കുന്ന വിശ്വാസി അല്ലല്ലോ. അത് ഈ പറഞ്ഞതുപോലെയുള്ള ഗെയ്യനോ അല്ലെ ആ യുക്തിവാദ നിരീശ്വരവാദ ഇതുള്ളവനെ അതിലേക്ക് പോകുള്ളൂന്ന്. ഞാൻ വിശ്വാസി, എങ്കിൽ 2 or 3 or 4 മക്കൾ മരിച്ചുപോയി, ഞാൻ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എന്തില്ല, അത് അള്ളാഹുവിന്റെ തീരുമാനമാണെന്ന് വിശ്വസിക്കും. അതാ സെയ്ദിന്റെ ഒക്കെ പ്രശ്നം എന്താ?